രണ്ടു ഓലക്കിലോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഹലോ, ഹോമിയോ ഡോക്ടർ അല്ലേ നിങ്ങൾ വിശ്വാസിയാണോ? ഞാൻ വിശ്വാസിയാണ്, പൂർണ്ണമായും വിശ്വാസിയാണ്. ഈ പിന്നെ ഡോക്ടർമാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ ചിന്തിച്ചാൽ അത്ഭുതങ്ങൾ അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കാനുണ്ടെന്നാ. ഇത്രയും വലിയ മണ്ടത്തരം വേറെ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഓക്കെ, എന്നാൽ ഞാൻ ഇങ്ങോട്ട് ഒരു ചോദ്യം. വളരെയധികം ഇംപെർഫെക്ഷൻസ് ആണ് ബോഡിയിലുള്ളത്. ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. എന്തോ കുഴപ്പമുണ്ടല്ലോ. ഞാൻ നിങ്ങളുടെ ഈ ലോകത്ത് ഞാനാണ് പഠിച്ചോണെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന ഹ്യൂമൻ ബോഡി ഇങ്ങനെ എല്ലാം ഉണ്ടാവുക. കുറച്ചും കൂടി പെർഫെക്ഷൻ ഉണ്ടാവും. ഇതുപോലെ എറർ ഉണ്ടാവാനുള്ള സാധ്യത ഒന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോ ഞാൻ ഒരു അത്ഭുതം മാത്രം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു പശുവിനെ പാല് കറന്നാൽ ആ സമയത്ത് കിട്ടും. ഇപ്പൊ പാല് കറക്കുന്ന കിട്ടും. ആ സമയത്ത് പാല് കറക്കാതെ അതിനെ അറുത്തു എന്ന് വിചാരിക്കുക. അതിനുള്ളിൽ പാല് കാണാൻ കഴിയില്ല. നിങ്ങൾ അറിയോ അത്ഭുതം? അറിയാലോ. ഈ അത്ഭുതമൊക്കെ മഹാ അത്ഭുതങ്ങളല്ലേ അള്ളാഹുവിന്റെ അത്ഭുതം. അതിന് വേറെ അത്ഭുതങ്ങൾ പറഞ്ഞുതരാം. പാലുണ്ടാവുന്നതിന്റെ ബയോകെമിസ്ട്രി പറയൂ. അല്ല, ഞാൻ കെമിസ്ട്രിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. ആര് പറഞ്ഞു? അല്ല, കെമിസ്ട്രിനെ കുറിച്ച് ഞാൻ സംസാരിക്കാനില്ല. വേറൊരു അത്ഭുതം ഞാൻ പറഞ്ഞുതരാം. ഞാൻ അതിനെ കുറിച്ചേ സംസാരിക്കുള്ളൂ. അല്ല ലോകത്തെ ആളുകൾ സാധനം ഒരു അത്ഭുതമല്ല സുഹൃത്തെ. അത് ബയോകെമിസ്ട്രി ആണ്. അത് പഠിക്കുക. അത് അറിയാത്തോണ്ടാണ് നിങ്ങൾക്ക് അത് അത്ഭുതമായിട്ട് തോന്നുന്നത്. ഞാൻ അത്ഭുതമാണെന്ന് ഞാൻ സമ്മതിക്കൂ. ഞാൻ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അത്ഭുതമാണെന്ന് പറയുള്ളൂ. നിങ്ങൾക്ക് ബയോകെമിസ്ട്രി അറിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് അത് അത്ഭുതമായിട്ട് തോന്നുന്നത് കൊണ്ട് അത് അത്ഭുതമാവോ? കെമിസ്ട്രി കുറച്ച് നമ്മളും പഠിച്ചിരുന്നു. എങ്ങനെയാണ് പാല് ശരീരത്തിൽ ഉണ്ടാക്കുന്നത്? അതിന്റെ ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞേ. അറബി ഉറുദു അധ്യാപക കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ എങ്ങനെയാണ് പാല് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഒന്ന് അതിന്റെ ആ ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞേ. അതിന്റെ ഫിസിയോളജി എന്ന് പറഞ്ഞേ. അല്ല, ആ കെമിസ്ട്രി ഞാൻ പഠിച്ചു. ഇപ്പൊ എനിക്കറിയില്ല. ഞാൻ പിന്നീട് പറയാം. ഇപ്പൊ എന്റെ വിഷയം. അപ്പൊ പിന്നെ വെറുതെ ഈ അത്ഭുതം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കണോ? ഇത് വെറും വേസ്റ്റ്. എന്നാ വേറൊരു അത്ഭുതം ഇങ്ങോട്ട് ഞാൻ ചോദിച്ചോട്ടെ. അത്ഭുതം പറയാം. മനുഷ്യരുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഒരുപാട് കുറവുകളുണ്ട് പേക്ക് ചെയ്യുന്നതിൽ. എന്നാൽ അള്ളാഹുവിന്റെ പേക്കിങ്ങിൽ കുറവില്ല. ഉദാഹരണം, നമ്മള് തേങ്ങ, ഇളനീർ, അതുപോലെ പഴത്തിന്റെ നേന്ത്രപ്പഴത്തിന്റെ തൊലികളൊക്കെ കണ്ടോ എന്തൊരു പേക്കിംഗ് ആണ് നമ്മൾ ചെയ്തു വെച്ചത്. അത്ഭുതമല്ലേ അത്? അതിലെന്താ ഇത്ര അത്ഭുതം ഉള്ളത്? ഇപ്പൊ മനുഷ്യന്റെ നിർമ്മാണത്തിൽ എന്തെല്ലാം അപാകതകളുണ്ട്. അപ്പൊ അതൊക്കെ പഠിച്ചുണ്ടാക്കിയ നിങ്ങൾ പറയൂ, ഈ മനുഷ്യൻ എന്തിനാണ് ഈ സുന്നത്ത് ചെയ്യുന്നത്? നിങ്ങൾ പറഞ്ഞല്ലോ ഈ കാരക്കേന്റെ തൊലി, മാങ്ങേന്റെ തൊലി, മാങ്ങാത്തൊലി, പഴത്തൊലി എന്ന കാര്യമൊക്കെ പറഞ്ഞില്ലേ? ഈ മനുഷ്യന്റെ തൊലി എന്തിനാണ് പഠിച്ചോന്ന് അത് അധികം ഉണ്ടാക്കിയത്? അതങ്ങനെ ഇല്ലാണ്ട് ഉണ്ടാക്കിയാ പോരെ. പിന്നെ അത് മുറിച്ച് ഏൽപ്പിച്ചത് എന്തിനാ? അല്ല, അതിനെ കുറിച്ച് എനിക്ക് ഇങ്ങോട്ട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ. അത് അത്ഭുതമാണോ അല്ലേ? അത് നിങ്ങൾ പറയൂ. അപ്പൊ പഠിച്ചതിന് പറ്റിയൊരു മിസ്റ്റേക്ക് അല്ലേ അത്? അല്ല, മിസ്റ്റേക്ക് അല്ല. ഞാൻ മിസ്റ്റേക്ക് ഇങ്ങോട്ട് ഞാൻ ചോദിച്ചോട്ടെ. അല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ ആണ് എങ്കിൽ പിന്നെ എന്തിനാണ്? അതെ, കഷ്ടപ്പെട്ടോക്ക് വെറുതായല്ലോ. അതെ, അല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ ആണ്. പിന്നെന്തിനാ തൊലി എന്ന് ചോദിച്ചാൽ വന്നു തൊലി അഹ്സനുൽ ഖാലിഖീൻ പിന്നെ എവിടെ തൊലി? അല്ല, ഒരു മിനിറ്റ് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഒരു മിനിറ്റ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പറയാം, ഈ യുക്തിവാദികളായ നിങ്ങളത്ര ശാസ്ത്രം നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും പക്ഷെ യുക്തിവാദികളെക്കാളും 5 വക്ത് നിസ്കരിക്കുന്ന ഒരു മോമിന്റെ അത്ര ബുദ്ധി യുക്തിവാദിക്ക് ഇല്ലാന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ചെറിയ അറിവുണ്ട്. ഞാൻ ഇങ്ങോട്ട് ഈ അഹ്സനുൽ ഖാലിഖായ പടച്ചോൻ എന്തിനാ തൊലി ബാക്കി വെച്ചത്? അത് പറ. എനിക്കതിനുള്ള ആംബിയർ ഇല്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? നിങ്ങളിപ്പം വസ്ത്രം ധരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നഗ്നനാണോ? നിങ്ങൾ ഇപ്പൊ ഞാൻ നഗ്നനല്ല. വസ്ത്രം ധരിച്ചിട്ടുണ്ടോ? ഉണ്ട്, ധരിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ പിന്നെ മാതാവിന്റെ വയറ്റിൽ നിന്ന് വരുമ്പോ നഗ്നനായിട്ടല്ലോ പിന്നെ നിങ്ങൾ വസ്ത്രം ധരിച്ചത്? അതെ, അത് യുക്തിക്കെതിരല്ലേ? നിങ്ങൾ അതെന്തിനാ യുക്തിവാദിയാൻ വസ്ത്രം ധരിക്കാണ്ട് നടക്കേണ്ടത്? തണുപ്പുണ്ടാവുമ്പോ പിന്നെ നമ്മള് വസ്ത്രം ധരിക്കണ്ടേ? എന്നാ പിന്നെ ചൂട് സമയത്ത് നിങ്ങൾ വസ്ത്രം ധരിക്കാണ്ട് നടക്കണ്ടേ? വീട്ടിൽ ചെല്ലുമ്പോ ഞാനത് ഊരിയിടുമല്ലോ. നീ എന്നാടാ രാവിലെ പരസ്പരമൊന്നും ഇല്ലാത്ത ഓരോ വർത്തമാനം പറഞ്ഞോണ്ടിരുന്നേ? നിങ്ങൾക്ക് കുട്ടിയുണ്ടോ? പെൺകുട്ടി ഉണ്ടോ? എനിക്ക് 2 കുട്ടിയുണ്ട്. പെൺകുട്ടി ഉണ്ടോ? 2 പെൺകുട്ടിയാണ്. എന്താ? 2 പെൺകുട്ടികളുടെയും ചേലാകർമ്മം നിങ്ങൾ ചെയ്തോ?
ഇല്ല ചെയ്തില്ല. അത് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ ചെയ്യാത്തത്? ഇസ്ലാമിൽ അതുണ്ടല്ലോ. അത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ സുഹൃത്തെ. അതിനെന്തിനാ അത് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾ പറയൂ. ഇസ്ലാം അറിയില്ലെങ്കിൽ പോയി പഠിക്ക്. ഇസ്ലാമിൽ ഉസ്താദുമാരെ പ്രസംഗിച്ച് നടക്കുന്ന കാര്യം നിങ്ങൾ കേൾക്കാത്തത് എന്റെ കുഴപ്പമില്ല. നിങ്ങൾ അത് ഇസ്ലാമിൽ എഴുതി വെച്ച സാധനങ്ങൾ നിങ്ങൾ അറിയാത്തത് എന്റെ കുഴപ്പമില്ല. അറബിക് അധ്യാപക കോഴ്സ് പഠിച്ചാലും ഉറുദു അധ്യാപക കോഴ്സ് പഠിച്ചാലും കാര്യമില്ല. നിങ്ങൾക്ക് ഇസ്ലാം എന്താന്ന് ABCD അറിയില്ല, അലിഫ് ബാത്ത നിങ്ങൾക്ക് അറിയില്ല. അതാണ് നിങ്ങളുടെ പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? അല്ല സുഹൃത്തെ, അല്ല ഞാൻ നിങ്ങളിൽ ഒരു അത്ഭുതം കാണുന്നത് നിങ്ങളൊരു ഡോക്ടർ ആയിട്ട് പോലും ഇനി അത്ഭുതം പറയാതിരിക്കാൻ നിങ്ങൾക്ക് നല്ലത് അവർക്കും. നിങ്ങൾ ഇതിലൊക്കെ ഭേദം നീ വാ തുറക്കാതിരിക്കുന്നതാ. ഒരു അമുസ്ലിമായ അധ്യാപകൻ എന്നോട് പറഞ്ഞൊരു കാര്യ എന്താണെന്നറിയോ? കർമ്മം ചെയ്യാത്ത ആൾ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ അതിലെ അഴുക്കുകളൊക്കെ ഭാര്യയുടെ ദേഷ്യയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാര്യമാർക്ക് പല രോഗങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ക്യാൻസർ അടക്കമുള്ള. അപ്പോ ഇത് ഒരു നല്ല എന്നെ ഹനുമാനിലായിരുന്നില്ല എല്ലാരും വിളിച്ചിരുന്നത്. ഈ മോന്ത കണ്ടിട്ടാ? ചാട്ടം കണ്ടിട്ട്. അതാണ് നിങ്ങൾ കണ്ടുപിടിച്ചത്. ഇതൊക്കെ ഈ കാക്കമാര് തള്ളിക്കൊണ്ട് നടക്കണ കുറെ കാലായി പോയാ അതൊക്കെ നിങ്ങൾ മാറ്റി. അതെ, ഞാൻ ഒന്നില്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലുള്ളതാണ്. ഞാൻ ഈ മെഡിക്കൽ ഫീൽഡിൽ മെഡിക്കൽ ലിറ്ററേച്ചർ വായിക്കുന്ന ആളാണ്. നമുക്കറിയാം ഇതെങ്ങനെയാ കാണണ്ടേന്നുള്ളത്. നിങ്ങൾ ഇങ്ങനെ അറ്റവും മൂലയും ചെത്തി എടുത്തിട്ട് ഈ അറ്റം മുറിച്ചിട്ടുള്ള പഠന റിപ്പോർട്ടായിട്ട് വന്നാലൊന്നും നടക്കില്ല. അതിനൊന്നും ഇവിടെ ഒരു തെളിവുമില്ല. അത് മര്യാദയ്ക്ക് നടക്കണം. നിങ്ങളുടെ അങ്ങനെയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഏറ്റവും കൂടുതൽ തല്ലിക്കൊഴിക്കേണ്ടത് നിങ്ങളെ പല്ലല്ലേ? ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന ഡെന്റൽ ക്ലിനിക്കുകളല്ലേ ഇവിടെ ഉള്ളത്? ഇവിടെ ഡെന്റൽ ക്ലിനിക്ക് ആണോ ഉള്ളത്, അതോ ചുണ്ണാമണി ക്ലിനിക്ക് ആണോ ഇവിടെ ഉള്ളത്? കൂടുതൽ ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന പല്ലിലല്ലേ? അപ്പൊ പിന്നെ എന്താണ് ഇതൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന പറഞ്ഞ് മുറിച്ചു കളയലാണോ ഇതിന്റെ അർത്ഥം? അത് മര്യാദയ്ക്ക് കൊണ്ടു നടക്കണം. അതല്ലേ ചെയ്യേണ്ടത്. ഇതൊക്കെ ഈ ഊള ന്യായമൊന്നും ഇവിടെ ഇറക്കിയിട്ട് കാര്യമില്ല. നിങ്ങളെ കുറിച്ച് ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിങ്ങൾ മഹാവിദ്യാന്ന് മനസ്സിലായി. കാരണം അറിയോ, ഈ ന്യായം ഇവിടെ ഇറക്കിയിട്ട് കാര്യമില്ല. അല്ല നിങ്ങളെ മഹാവിദ്യാന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. ഡോക്ടർ ആരിഫ് ഹുസൈൻ, അങ്ങനെയാണെങ്കിൽ തനിക്ക് ബ്രെയിനേ ഇല്ല. അല്ലെങ്കിൽ ഇയാള് വിളിച്ചപ്പോ താൻ ബോംബെന്ന് വണ്ടി എടുത്ത് വരേണ്ട വല്ല കാര്യമുണ്ടോ? എടുക്കുന്ന മാസം എത്ര ശമ്പളം കിട്ടുന്നുണ്ട്? ഒരെണ്ണം പറയുക. അല്ല RSS BJP മാസം എത്ര കിട്ടുന്നുണ്ട്? സ്ത്രീ ചാലാക്രമണത്തിന് ഒരെണ്ണം പറയും. അല്ല മാസം എത്ര കിട്ടുന്നുണ്ട്? എനിക്ക് 72 പെണ്ണുങ്ങളെ തരും, ഹൂറികളെ കിട്ടും. അല്ല നിങ്ങൾക്ക് RSS BJP എത്ര പൈസ? അതാ പറയണത്. എനിക്ക് 72 ഹൂറികളെ തരാറുണ്ട് അവര് എല്ലാ മാസവും. പിന്നെ അബി മുവായിത്ത് ഒരു മുനാഫിക്കിനെ അറിയോ താങ്കൾ? അല്ല അറിയാമോ നിങ്ങൾക്ക്? അറിയാലോ, അതാണല്ലോ നമ്മൾ അറിയാമോ നടക്കണേ. അവന് ഇസ്ലാം സ്വീകരിക്കാവുന്ന നബിത്തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഓന്റെ സുഹൃത്തിന് വേണ്ടിയിട്ട് നബിത്തങ്ങളുടെ മുഖത്ത് തുപ്പിയതാ. അപ്പൊ നബിത്തങ്ങൾ എന്താ പറഞ്ഞോ അറിയോ? അവസാനം അവൻ വിരൽ കടിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തോടൊരു ഉപദേശം മാത്രമേ ഉള്ളൂ. അല്ലാഹുവിലേക്ക് വിരൽ കടിക്കുകയല്ല ചെയ്തത്. അല്ല നിങ്ങളൊരു പറ്റിക്കാൻ വേണ്ടി പറയണല്ലോ സാറേ. പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയണമെന്ന് പറയണം സാർ. നിങ്ങൾ ഡോക്ടറേറ്റ് എടുത്തിട്ട് എന്തുകൊണ്ടാണ് വിഡ്ഢിയായി പോയതെന്നതിൽ ഉത്തരം പറയൂ. അതല്ലേ വേണ്ടത്. നിങ്ങൾ ഈ ചോദിക്കുന്നതിന് ഉത്തരം പറയാതെ വെറുതെ അതും ഇതും പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ് തിന്നണത്. അതുകൊണ്ട് എനിക്ക് ഹിന്ദി അറിയാനും പാടില്ല. സുഹൃത്തെ ഒന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾക്ക് സൗകര്യമുള്ളവർക്ക് ഇസ്ലാമിനെ എടുത്ത് കുഴിച്ചു മൂടും. ഇതല്ലേ നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ്? അത് പള്ളി പറഞ്ഞാൽ ഇവിടുത്തെ നാട്ടുകാർക്ക് എന്റെ വ്യക്തിപരമായ പേര് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.